മാവേലിക്കര പന്തളം റോഡ് നവീകരണം പൂർത്തിയായതോടെ ഇരവങ്കര ജംഗ്ഷൻ വലിയ അപകട മേഖലയാകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇരവങ്കര ഭാഗത്ത് പൊലിഞ്ഞത് 3 ജീവനുകളാണ്. റോഡ് നവീകരണം പൂർത്തിയായതോടെ ജംഗ്ഷനിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. മാവേലിക്കര പന്തളം റോഡിൽ അപകട സാധ്യത ഏറെയുള്ള ഭാഗമാണ് ഇരവങ്കര. കൂടാതെ 6 റോഡുകൾ സംഗമിക്കുന്ന മേഖല കൂടിയാണിത്. നവീകരിച്ച റോഡിലൂടെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പായുന്നത്. എന്നാൽ വേണ്ട സിഗ്നൽ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ല. റോഡ് നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് നിരവധി ചെറുതും വലുതായിട്ട് അപകടങ്ങൾ സംഭവിച്ച ഒരു ജംഗ്ഷനാണിത്. 3 മരണങ്ങൾ സംഭവിക്കുകയും നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അടിസ്ഥാനപരമായിട്ട് ഈ റോഡിന് ഇപ്പോൾ ആവശ്യം റിഫ്ലക്ടറും ഇതിനെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള, വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് തിരിച്ചറിയാൻ ഇതൊരു ആക്സിഡൻറ്റ് സോണാണെന്ന് തിരിച്ചറിയാനുള്ള സിഗ്നൽസ് ബോർഡുകളും. മുൻപ് സ്പീഡ് ബ്രേക്കർ ഉണ്ടായിരുന്നുവെങ്കിലും റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അവ നീക്കം ചെയ്തതോടെ വാഹനങ്ങളുടെ മരണപ്പാർച്ചിലും വർദ്ധിച്ചു. കൂടാതെ ഇരുവശങ്ങളിലും റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഓടകൾ കൂടി നിർമ്മിച്ചതോടെ ജംഗ്ഷനിൽ റോഡിന്റെ വീതി കുറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച ബഗോര കമ്പനി നിർമ്മിച്ച തട്ടാരമ്പലം പന്തളം റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപകടങ്ങൾ പതിവാണ്. ചെറുതും വലുതുമായി ഒട്ടേറെ അപകടങ്ങൾ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ നടന്നു. അതിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. റീസെൻ്റായിട്ട് ഒരാഴ്ച പോലും ആയില്ല, നമ്മുടെ ഈ പള്ളിയുടെ പാരിഷാളിന് മുമ്പിൽ വലിയൊരു അപകടം നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഉണ്ടായി. ടാറിംഗ് നിരപ്പിൽ നിന്നും ഓട ഉയർന്നു നിൽക്കുന്നതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് വാഹനം ഒതുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മാത്രം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരവങ്കര ജംഗ്ഷനിലാണ്. സ്ഥിരമായി അപകടമുണ്ടാകുന്ന മാവേലിക്കര പന്തളം റോഡിൽ ഇരവങ്കര ജംഗ്ഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ അടുത്ത സമയവും പ്രിയങ്കരനായ ഒരു മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അത് ഈ റോഡിൻ്റെ അശാസ്ത്രീയത കൊണ്ടല്ല, ഈ റോഡിൽ വേണ്ടത്ര സിഗ്നൽ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം. ഞാൻ ഈ തൊട്ടടുത്ത വീട്ടിൽ ഞാനൊരു 5 വർഷം വാടകയ്ക്ക് താമസിച്ചു. ആ സമയത്ത് തന്നെ നിരന്തരമായിട്ട് ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങി വന്ന് പല അപകടങ്ങളും കണ്ടിട്ടുണ്ട്. അന്ന് ഇവിടെ മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ വാഹനങ്ങളാണ് മറ്റുള്ളവരെ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണമില്ലാത്ത വരവാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്. ഇതൊഴിവാക്കണമെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ കൃത്യമായ തരത്തിൽ ഇതിന് സൂചക ബോർഡുകൾ വെക്കണം. പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവുമില്ല. ഇനിയും അധികാരികൾ ഇടപെട്ടില്ലെങ്കിൽ ഇരവൻകരയിൽ അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.